അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് 1 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 75 ഗ്രാം തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് എന്തായാലും വെക്കണം കേട്ടോ, ആ ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം 1 ടീസ്പൂൺ കറിവേപ്പില പൊടിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മസാല ഒന്നും കൂടെ പുരട്ടി വെച്ച ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ബദാം, പച്ചമുളക് അതിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ ഈ ഇറച്ചിക്കൂട്ടിലേക്ക് ഈ മസാല ചേർത്തിട്ട് നമുക്ക് റെസ്റ്റിങ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഒരു കടായി വെച്ച് എണ്ണ ഒഴിക്കുക. അതിൽ പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇട്ടിട്ട് അതൊന്ന് താളിച്ച ശേഷം ഞാൻ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. 3 സവാള അരിഞ്ഞിട്ടിട്ട് കുറച്ച് പുതിന ഇല ഇട്ട ശേഷം സവാള അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലോട്ട് 3 തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മൾക്ക് ഇത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എരിവ് വേണമെങ്കിൽ ഇപ്പോൾ ഇടണം. ഞാൻ പച്ചമുളക് 4 എണ്ണം മസാലയിൽ അരച്ചിട്ടുണ്ട്, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ എരിവ് മതി. എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടി എരിവിനനുസരിച്ച് ഇടാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ചതിൻ്റെ ബാക്കി പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഈ നമ്മൾ റസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം കാഷ്യൂ പേസ്റ്റ് ഉണ്ടായാൽ നമുക്കത് ഒഴിച്ച് കൊടുത്ത് നമുക്കിത് ഇറക്കാം. ഇത് ദോശയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കും കേട്ടോ.